ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ഇനോകുലം പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ നിർവഹിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാനിന്റെ ഭാഗമായ ഇനോകുലം പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ നിർവഹിച്ചു. നിർമ്മാണ യൂണിറ്റാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രതീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ രാധാകൃഷ്ണൻ, ലത ഉണ്ണികൃഷ്ണൻ, റസോജ ഹരിദാസ്, കെ ഹാഷിഖ്, വാർഡ് കൗൺസിലർ ഷൈബി ജോസഫ്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, മറ്റ് കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തിരഞ്ഞെടുത്ത 5 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തൃശൂർ കില സംഘടിപ്പിച്ച ട്രെയിനിംഗ് ലഭ്യമാക്കിയിട്ടുള്ളതാണ്. ആകെ 15,76,374 രൂപ വകയിരുത്തിയ പ്രൊജക്ടിൽ പ്രവർത്തനത്തിനാവശ്യമായ മെഷീനറി, ഓഫീസ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചകിരിച്ചോർ വാങ്ങി അതിൽ ബയോമിക്സ്, ന്യൂട്രോമോണാസ്, ട്രൈക്കോഡർമ എന്നിവ മിക്സ് ചെയ്ത് ഇനോകുലം നിർമ്മിക്കുന്നതിനാണ് തുക വകയിരുത്തിയിട്ടുള്ളത്. യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ നഗരസഭാ പ്രദേശത്ത് ആർക്കെങ്കിലും ഇനോകുലം വേണമെങ്കിൽ അവിടുത്തെ ഹരിതകർമ്മ സേനയ്ക്ക് അത് എത്തിച്ചു നൽകാൻ സാധിക്കും. ഇനോകുലം എന്ന് വെച്ചാൽ നമ്മൾ ജൈവവളം കൂടുതൽ ജൈവമാക്കുന്നതിന് വേണ്ടി അതിലിടുന്ന ഒരു പൊടിയാണ്. ഇപ്പോൾ ഈ ബയോബിന്നിൽ നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം, ഭക്ഷണ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഈ ഇനോക്കുലം പൊടി ഇടുക. പിറ്റേ ദിവസം നമ്മൾ വേസ്റ്റ് ഇടുക, വീണ്ടും പൊടി അതിലിടുക, പിറ്റേ ദിവസം വേസ്റ്റ് ഇടുക. ഈ പൊടി അതിന് മേലെ ആ വേസ്റ്റിന് എത്രത്തോളം വേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ആ വേസ്റ്റ് കാണാത്ത വിധത്തിൽ ഈ ഇനോക്കുലം പൊടി ഇടണം. അങ്ങനെ ഈ നമ്മുടെ ജൈവ വസ്തുക്കൾ വളമായി മാറുന്നതിനുണ്ട്, കൂടുതൽ ഗുണമുള്ള വളമായി മാറുന്നതിന് വേണ്ടി ആണ് ഇനോക്കുലം ഉപയോഗിക്കുന്നത്.